റിപ്പോർട്ടർ ബ്രേക്കിംഗ്. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ മുസ്ലിം ലീഗിലും അതൃപ്തി. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന് പറയുന്നത് തിരിച്ചടിയാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. സമസ്തയടക്കമുള്ള സംഘടനകളെ UDFിൽ നിന്ന് അകറ്റാൻ ജമാഅത്തെ ബന്ധം കാരണമാകും. തെരഞ്ഞെടുപ്പിൽ ലീഗിനെ സാരമായി ബാധിക്കുമെന്നും നേതാക്കളുടെ മുന്നറിയിപ്പുണ്ട്. മുബഷിർ പി അക്ബറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷിർ, വെരി ഗുഡ് മോർണിംഗ് മുബഷിർ. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം സമസ്ത ഇങ്ങനെയൊരു പ്രമേയം പാസാക്കിയാൽ അതിൽ ഇക്കുറി തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ആരുടെയും കൂട്ടുകെട്ട് വേണമെന്ന നിലപാടിൽ നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുമായും മറ്റേത് സംഘടനകളുമാണ് അവരുടെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണെന്ന് കരുതുന്ന ഒരു വിഭാഗം UDFിലുണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ആര് വോട്ട് നൽകിയാലും അത് സ്വീകരിക്കും എന്നുള്ളതാണ്. എന്നാൽ സമസ്ത പ്രമേയം വന്നതോടുകൂടി മുസ്ലിം ലീഗിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണോ, ഒരു ഭിന്നത ഉണ്ടാവുകയാണോ സമസ്ത പ്രമേയത്തെ ചൊല്ലി? മുബഷിർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ കുമാർ. തീർച്ചയായും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക സമ്മേളനത്തിൽ അവർ അവതരിപ്പിച്ച പ്രമേയം സമസ്ത വളരെ കൃത്യമായിട്ടും ഇക്കാര്യത്തിൽ എതിർപ്പ് അറിയിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുസ്ലിം ലീഗിൽ അമർഷം പുകയുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമസ്ത ഈ നിലപാട് തുടർന്ന് മുസ്ലിം ലീഗിനെ കൈവിട്ടാൽ അത് അവരെ വലിയ രീതിയിൽ ബാധിക്കുമെന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ലീഗിലെ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ വരാൻ പോകുന്ന ലീഗിന്റെ ഒരു യോഗത്തിൽ ഈ അതൃപ്തി പരസ്യമായി അറിയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഒരു കാലത്ത് തുടർച്ചയായി ചന്ദ്രികാ പത്രത്തിൽ ലേഖനം എഴുതിയിരുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലപാട് മാറ്റം അത് വലിയ രീതിയിൽ അണികളിൽ പ്രതിഫലിക്കും, അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നുള്ളതാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിഭാഗം പ്രധാനമായിട്ട് പറഞ്ഞു വെക്കുന്നൊരു പോയിന്റ് ഉണ്ട് അരുൺകുമാർ. ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദികളല്ലെന്ന് തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ ഉത്തരവാദിത്തമാണ്. അതെന്തിനാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ലീഗ് ഏറ്റെടുക്കുന്നത്? ലീഗിനും കോൺഗ്രസിനും അക്കാര്യത്തിൽ എന്ത് ബാധ്യതയാണ് ഉള്ളത് എന്നൊരു ചോദ്യമാണ് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. തുടർച്ചയായിട്ട് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന വാദം VD സതീശൻ തന്നെ ഉയർത്തുന്നത് മുസ്ലിം ലീഗിൽ നിന്നുൾപ്പെടെ UDFിൽ നിന്നുൾപ്പെടെ സമുദായ സംഘടനകളെ അകറ്റുന്നതിന് കാരണമാകും. അത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നും തിരിച്ചറിയണമെന്നും മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ സമസ്തയുടെ പ്രമേയം തന്നെയാണ് ഈ വിഭാഗത്തെയും പ്രധാനമായിട്ടും ചൊടിപ്പിച്ചിരിക്കുന്നത്. VD സതീശൻ തുടർച്ചയായിട്ട് ജമാഅത്ത് ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്നും പിന്നോട്ട് പോയിട്ടുണ്ട്. അവരുടെ അമീർ തന്നെ അത് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതാണ് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഈ വിഭാഗം ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് തന്നെ ഒരു തിരുത്തൽ ആവശ്യമാണ്. കോൺഗ്രസ് പരസ്യമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഈ ഒരു വിഭാഗം പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. നേരത്തെ MK മുനീറിനെ പോലെ KM ഷാജിയെ പോലെയുള്ള നേതാക്കൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ വിമർശനവുമായിട്ട് രംഗത്ത് വന്ന് നമ്മൾ കണ്ടതായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ഒരു തരത്തിലുള്ള സഖ്യകക്ഷി ബന്ധത്തിനും UDF പോകില്ല എന്നുള്ളതായിരുന്നു ഈ പറയപ്പെട്ടിരുന്ന നേതാക്കളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ തുടർച്ചയായിട്ട് VD സതീശൻ ആ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ അവരുടെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഒരു ഭാഗത്തെ കേരളത്തിലെ പ്രബല മുസ്ലിം സംഘടനകളൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ രംഗത്ത് വരുന്നതും വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നൊരു ആശങ്കയും ലീഗിനുണ്ട്. EK സമസ്ത പ്രമേയമിറക്കുന്നു. അതിനു മുൻപ് AP സമസ്തയുടെ യാത്രയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ വലിയ ഒരു പ്രസ്താവന ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഇറക്കുന്നതൊക്കെ നമ്മൾ കണ്ടതായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറാംഗമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് വീണ്ടും മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് കാര്യങ്ങളൊക്കെ തന്നെ വഷളാക്കിയത്. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു കാലത്തും മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. സമുദായത്തിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ആളുകൾക്ക് വോട്ട് ലഭിക്കില്ല എന്ന് തന്നെ ഒരു വിഭാഗം ഉറച്ചു പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ് എന്നുള്ളതാണ് മുസ്ലിം ലീഗിൽ നിന്നും ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം. വിശേഷം സമസ്തയുടെ പ്രമേയം ഉൾപ്പെടെ മുന്നിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു ആവശ്യം ഉയരുന്നത്. ഇന്നിപ്പോൾ സമസ്തയുടെ സമ്മേളനം അവസാനിക്കാൻ പോകുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും VD സതീശനും അവിടെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ സമസ്തയുടെ പ്രമേയം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ UDFിനെ കടന്നാക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള വഴിയൊരുക്കി കൊടുത്തത് UDFിലെ ഒരു വിഭാഗം നേതാക്കളാണ് ജമാഅത്തിനെ വെള്ളപൂശി എന്നുള്ളതാണ് ലീഗിലെ ഒരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയം അടിയന്തരമായിട്ട് പരിഹരിക്കണം, ലീഗ് തിരുത്തൽ ശക്തിയായി മാറണം എന്നുള്ളതാണ് ഒരു വിഭാഗം ലീഗ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. താങ്ക് യു മുബഷീർ, താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് മുബഷീർ മലപ്പുറത്ത് നിന്നും പങ്കുവച്ചത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബാന്ധവത്തെ ചൊല്ലി, സമസ്തയുടെ പ്രമേയത്തെ ചൊല്ലി മുസ്ലിം ലീഗിൽ ഒരു അഭിപ്രായ ഭിന്നത രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്.